അപ്പോൾ നമ്മുടെ കേരള കാശ്മീർ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി മാറ്റണം. ഏകദേശം 7 വർഷത്തിനടുപ്പിച്ചായി ഇപ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഇതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്യാൻ നേരത്ത് ഈ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും, ആ ഡോറ് ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും, ബാക്കിലത്തെ 2 ഡോറും ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവത്തേയില്ല. ആക്ച്വേറ്റേഴ്സ് വർക്കിംഗ് ആണ്, പക്ഷെ അതിനും കൂടെ തോന്നണം അത് വർക്ക് ചെയ്യണോ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ആ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റത്തിൻ്റെ ആക്ച്വേറ്റേഴ്സ് മാറ്റേണ്ടി വരും. ചെയ്യാനുള്ള വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ അത് അടിച്ചു പോയിരിക്കുകയാണ്, പകുതിയെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മളെന്തായാലും മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണായിരിക്കും യൂസ് ചെയ്യുക. വലുതായിട്ട് പാട്ട് കേട്ട് പോകാനും അല്ലാണ്ട് വേറൊന്നിനും വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല. പാട്ട് കേൾക്കാൻ പറ്റും, അത് തന്നെ ധാരാളം, അത്രയും പോരെ. പിന്നെ നമ്മുടെ ആ ഒരു താഴെയുള്ളൊരു പോർട്ട് ഉണ്ടല്ലോ, നമ്മളെ ഈ കാറിൻ്റെയൊക്കെ ചാർജറൊക്കെ കണക്ട് ചെയ്യുന്ന, കാറിനകത്ത് ചാർജർ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് എന്തോ സിഗരറ്റ് ലൈറ്റ് പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കണ്ടല്ലേ ഞാൻ പറയുന്നത്, എൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. അപ്പം ആ പോർട്ടിൽ കൂടെ കറണ്ട് വരുന്നില്ല. നമ്മുടെ ഈ ക്യാമറകളും ഫോണും ലാപ്ടോപ്പും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അതുവഴി ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ പോർട്ടില്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ സംഭവം എന്തിനാണെന്നുള്ളത് നോക്കണം. പിന്നെ നമ്മളൊരു എയർ മാട്രസ് കണക്കത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ബാക്കിൽ ഇട്ടിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് മെയിൻ്റനൻസ് അല്ല, അത് ടെസ്റ്റിംഗ് ആണ്. അപ്പം അത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വേണം. കാരണം അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന മോട്ടർ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ഈ മോട്ടർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ പ്ലഗിനകത്താണ് ഇരിക്കുന്നത്. അപ്പം യെസ്, അപ്പോൾ ഇത് ശരിയാക്കിയതിന് ശേഷമേ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബെഡൊക്കെ ഇട്ടിട്ട് ഒന്ന് കിടന്നു നോക്കാം. ബാക്കിൽ ഞാനെന്തായാലും കിടക്കുന്നില്ല, ഞാനെന്തായാലും ടെൻറ്റിലായിരിക്കും കിടക്കുന്നത്. അപ്പം പിള്ളേർ ആയിരിക്കും കാറിനകത്ത് കിടക്കുന്നത്. ചിലപ്പം വൈഫും ചിലപ്പോഴെന്നല്ല, വൈഫും പിള്ളേരും അതിനകത്ത് ഏതെങ്കിലും ഒരാൾ, ചിലപ്പോൾ ആദ്യമായിരിക്കും അത് കിടക്കുന്നത്, ചിലപ്പോൾ ഇതിനായിരിക്കും. ഞാനും ഒരാളും കൂടെ പുറത്ത് ടെൻറ്റിൽ കിടക്കാനാണ് പ്ലാൻ. അപ്പം അതൊക്കെയാണ് പ്ലാൻ. നമ്മുടെ ഇവിടെ പാരിപ്പള്ളിക്ക് അടുത്ത് ഈ ഇലക്ട്രോണിക്സും ബാറ്ററിയും AC അത് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ AC ഭയങ്കര തണുത്ത AC ആണ്. ഐ മീൻസ് വർക്ക് ചെയ്യാൻ മടിയുള്ള AC ആണ്, അല്ലാണ്ട് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഉദ്ദേശത്തിലല്ല. ഈ വണ്ടി തണുക്കണമെങ്കിൽ ഈ ഒരു കേരള കാശ്മീർ റോഡ് ട്രിപ്പിൽ കാശ്മീർ എത്തിയാൽ മാത്രമേ വണ്ടി തണുക്കുള്ളൂ. ഇപ്പോഴത്തെ AC കണ്ടീഷൻ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതാണ് പ്രശ്നം. അപ്പം മിക്കവാറും അതിൻ്റെ ഒരു AC ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡാണോ ഗ്യാസാണോ എന്തരാണോ എന്തോ, കംപ്രസറൊന്നും അടിച്ച് പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് ഓണാവാൻ നേരത്ത് നമ്മുടെ എൻജിൻ്റെ പവർ കുറയുന്നത് നമുക്ക് ഇവിടെ അകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ കംപ്രസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനകത്തുള്ള ലിക്വിഡ് മിക്കവാറും തീർന്നതാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെക്ക് ചെയ്യിക്കാനായിട്ട് നമ്മുടെ പാരിപ്പള്ളി ഇടിയമ്പള പെട്രോൾ പമ്പിനടുത്തുള്ള നമ്മുടെ ചന്തുവണ്ണൻ്റെ കടയിലോട്ടാണ് പോകുന്നത്. എൻ്റെ കടയുടെ പേരെന്തിനാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ചെന്നിട്ട് ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ വൈഫ് പുറക്കെ സ്കൂട്ടർ കൊണ്ട് വരും. വണ്ടി അവിടെ ഇടേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് സ്കൂട്ടർ കയറി തിരിച്ചു വരാം, എന്നിട്ട് വൈകുന്നേരം പോയി വണ്ടി എടുക്കാം. റോഡ് പണി നടക്കുന്നതിനാൽ ഇതിലേക്കൂടെയുള്ള ആക്സസ് ഇല്ല, അതുകൊണ്ട് അതുവഴി കറങ്ങി നമ്മൾ വണ്ടി അകത്തുകൊണ്ട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ചന്തവണ്ണൻ ചോറിനാൻ പോയി. നമ്മൾ ചന്തവണ്ണനടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി മാറാനാണ് പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്യുന്നത്. പൊടി അടിച്ചിരിക്കണമെന്നാണ്, എൻജിൻ മൊത്തം ഫുള്ള് പൊടി, ഒരു രക്ഷയില്ല. ഇത് ഫുള്ള് ക്ലീൻ ആക്കണം. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തരുന്ന കഴിപ്പാണ് ആക്ച്വലി. 2 ദിവസം എടുക്കാതിരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. എന്തായാലും ചന്തവണ്ണനടുത്ത് കാര്യം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യഘട്ട മെയിൻ്റനൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈതനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ AC ഇട്ടല്ലേ ഞാൻ വന്നത്. തണുപ്പുണ്ടായിരുന്ന നല്ല തണുപ്പുണ്ടായിരുന്നു പറയാം. അപ്പം നമുക്ക് ഇനി കാശ്മീര് പോകാൻ നേരത്തെ റോട്ടിൽ വെച്ച് ചൂടൊന്നും എടുക്കില്ല. ഇവിടെ താന്നുമില്ല, ഇവർ കാണട്ടുമില്ല. അപ്പോൾ വലിയ ചൂടൊന്നും എടുക്കാതെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ആ ഒരു ചാർജ് ചെയ്യുന്ന ആ ഒരു പോർട്ടുണ്ടല്ലോ, ആ പോർട്ട് സംഭവം ശരിയാക്കിയിട്ടുണ്ട്. പുതിയ ബാറ്ററി മേടിച്ചു വെച്ചു, പുതിയ ബാറ്ററി മേടിച്ചു വെച്ചിട്ടുണ്ട്. എക്സൈഡിൻ്റെ ഒരു പുതിയ ബാറ്ററി മേടിച്ചു. 3 വർഷത്തെ വാറണ്ടിയോ 4 വർഷത്തെ വാറണ്ടി അങ്ങനെ ഉണ്ട്. ചന്തോണനാണ് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഡോറിൻ്റെ ഓട്ടോമാറ്റിക് ലോക്ക് ആവുന്ന സംഭവം, അതും ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പം ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡോറും അടയും. അതെ, അടയും.
അപ്പം അത്രയൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ആ ബെഡ് ആ സംഭവം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിന് പുട്ട ഐസ്ക്രീം മേടിക്കാൻ പോകണല്ലേ, പക്ഷെ ഇതിനല്ല. ഓക്കെ, അപ്പോൾ അത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആ ബെഡിൻ്റെ കാര്യം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സാധനം. ഇൻഫ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 2 സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡിൽ കൂടെയും കാറ്റ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളി ബെഡ് കണക്ക് കിടക്കുമായിരിക്കും. ഞാൻ എന്തായാലും പ്ലഗ് ചെയ്തിട്ടുണ്ട്. വണ്ടി ചുമ്മാ ഓണാക്കി ഇട്ടതാണ്. ജസ്റ്റ് വെറുതെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന വല്ല പരിപാടിയാണെങ്കിലോ എന്ന് വിചാരിച്ച്. പുതിയ ബാറ്ററി ആയതുകൊണ്ട് ചെറിയൊരിത്. അപ്പോൾ ഞാനതൊന്ന് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് 1 ഈസ് കംപ്ലീറ്റ്. ഇത് ഈ താഴത്തെ പോർഷൻ ഇതുവഴി പമ്പ് ചെയ്ത് കയറ്റുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ സംഭവം. ഫുള്ളി ഇൻഫ്ലേറ്റ് ചെയ്തു. അഗൈൻ ഇവിടെയാണ് ഒരു പോർട്ടുള്ളത്, ഇവിടെയാണ് ഇതിൻ്റെ സെക്കൻഡ് പോർട്ടുള്ളത്. ഇത് മറ്റേ എല്ലാ തിരിച്ച് കാറ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു വാൽവ് ഉള്ളൊരു പോർട്ടാണ്. സോ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ ഫുള്ളി ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കാൻ നേരത്ത് ഇതാണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ബെഡ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതിൻ്റെ താഴോട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ വെയിറ്റ് വന്നു കഴിഞ്ഞാലും അത് താഴോട്ട് പ്രസ് ആവത്തില്ല. ആ ഒരു ലെവലിൽ തന്നെ സംഭവം ഇരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 2 പേരെ ഇവിടെ കിടത്തി ഉറക്കാം എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈതൻസ് അല്ലെങ്കിൽ ആദൂസ് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ അവരെ ഇതിനകത്ത് കയറ്റി കിടത്തി ഇരുത്തിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം. അയ്യോ, ഞാൻ ചുമ്മാ ഒന്ന് കയറി കിടന്ന് നോക്കി. സംഭവം നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ഓബിയസ്ലി എയർ മാട്രസ് ആണല്ലോ, അപ്പോൾ നല്ല കിടക്കാൻ നേരത്ത് നല്ല പുതുപുതാന്നുണ്ട്. പക്ഷേ എനിക്ക് ഓബിയസ്ലി ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാലിന് നല്ല നീളമുണ്ട്, എൻ്റെ കാല് പുറത്ത് കിടക്കുവാണ്. പക്ഷേ പിള്ളേർക്ക് നൈസായിട്ട് കിടക്കാൻ പറ്റും. പക്ഷേ വേറൊരു നിവൃത്തിയും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ കാല് മടക്കി വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ കട്ടിലൊന്ന് കാലിങ്ങനെ ഇങ്ങനത്തെ ഷേപ്പിൽ, ഈ ഷേപ്പിൽ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം വല്ല സോളോയോ അല്ലെങ്കിൽ ഡബിൾ 2 പേര് മാത്രമായിട്ടാണ് ട്രിപ്പ് പോകുന്നതെങ്കിൽ ഇത് മാത്രം മതി സംഭവം. വേറെ പുറത്ത് ടെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 4 പേരുണ്ടായതുകൊണ്ടാണ് ടെൻറ്റും കൂടെ നോക്കേണ്ടി വരിക. ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും, ലെഗ് സ്പേസ് അല്ല, നമുക്ക് ഒന്ന് കാലം മടക്കിയിട്ട് കിടന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഫുള്ള് കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ച് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു എന്തെന്ന് പറയുന്നത്, പുറത്തോട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു കുഷൻ കണക്കത്തൊരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ നേരത്ത് പിള്ളേർ ഇതിൻ്റെ മുകളിൽ ഇരുത്തുന്നത് അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇതാവാൻ നേരത്ത് അവർക്ക് വല്ല കളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്ന് കളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു സംഭവം ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ സീറ്റ് ബെൽറ്റ് ഇടണം. അങ്ങനെ വേണമെങ്കിൽ ഇടാൻ പറ്റും. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. പിള്ളേർ കൂടെ വന്നിട്ടേ അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ഓടിക്കൊണ്ടിരിക്കാൻ നേരത്ത് അങ്ങനെ ഇരുത്തുന്നത് സേഫ് ആണോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. പമ്പും വർക്കിംഗ് ആണ്. സംഭവത്തിൽ എങ്ങും ലീക്കൊന്നുമില്ല. ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ തന്നെ ഒരു ഇട്ടേച്ച് പോവുകയാണ്. ഒന്ന് വൈകുന്നേരം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. ഇത് ചെറുതായിട്ടെങ്കിലും ഡീഫ്ലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴൊന്ന് നോക്കാം. അപ്പം എയർ ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചോട്ടെ. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പഞ്ചർ കിറ്റ് വരുന്നുണ്ട്. ചെറിയ വല്ല ഹോളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് ഒട്ടിക്കാൻ പറ്റും. മറ്റേ നമ്മുടെ സാധാരണ ഇതില്ലേ, നമ്മുടെ എന്തോ പറയുന്നത്, ടയറൊക്കെ പഞ്ചർ ഒട്ടിക്കുന്നതിനകത്തെ ചെറിയ കിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ട്യൂബ്ലെസ് ടയർ അല്ല, അല്ലാത്ത ടയർ ഒട്ടിക്കുന്നതിനകത്തെ ചെറിയൊരു കിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കുറച്ച് പശയും 2 ഇതിൻ്റെ ഒരു കട്ടിങ് പീസ് കണക്കത്തെ ഒരു സംഭവം, അങ്ങനെയുള്ള എല്ലാം കൂടെ വരുന്നൊരു കിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ പഞ്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോ പ്രോബ്ലം. അപ്പം ഞാൻ വണ്ടി അണച്ചിട്ടുണ്ട്. സംഭവം സെറ്റാണ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ട. നമ്മുടെ വിൻഡോയിൽ കുറച്ച് ടിൻ്റൊക്കെ അടിക്കേണ്ടി വരും മിക്കവാറും. ലീഗലല്ല, ബട്ട് നമ്മളിങ്ങനെ ലോങ് പോകുന്ന സമയത്ത് വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ബാക്ക് വിൻഡോയിലെങ്കിലും അത്യാവശ്യം നല്ലൊരു ടിൻ്റ് അടിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കട്ടൺ ഓപ്ഷനോ അല്ലെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന മറ്റേ നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്, മറ്റേ എല്ലാം ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, പക്ഷേ അത്ര ക്വാളിറ്റി നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു സാധനം ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഹലോ, എങ്ങനെയുണ്ടേ കിടന്നിട്ട്? മെത്ത കൊള്ളാവോ?
രണ്ടുപേരുടെയും കാല് ഇനി തട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിടക്കാം അല്ലേ, നീണ്ട് നിവർന്ന് കിടക്കാം അല്ലേ, കാലൊക്കെ നൂത്തു ഇടാ. ആ കടന്നുറങ്ങോ, ഗുഡ് നൈറ്റ്. ബെഡ്ഷീറ്റ് വേണോ? വേണ്ട. ഓക്കെ, സീറ്റില് ഇരുന്നാണ് ചാരി ഇരുന്നാണ് നോക്കട്ടെ. രണ്ടുപേരും ചാരി ഇരുന്നാണ്. ഓഹോ, അവിടെ എടീക്കടേ, അവിടെ വലിച്ച് താഴെ ഇടല്ലേ. നോക്കട്ടെ, ചാരി ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. കാലിന്ന് ഗ്യാസ് കിട്ട് ഓടാവണം വൃത്തിയാട്ടവന്. ഇരി നേരെ ചാരി ഇരി. ആ അത് സെറ്റായി, ഇത് തന്നെ സെറ്റായി. കാല് നീട്ടിയിട്ടിരിക്കാൻ പറ്റുമോ? നീട്ടിയിട്ടിരുന്നാ നോക്കാം. ഫ്രണ്ടിൽ തട്ടുവോ? അവിടെ കുഴിഞ്ഞും പോണല്ലേ, ആ ഇരിക്കുന്നിടത്ത് അങ്ങ് താന്ന് പോണാ. എന്നാലും കുഴപ്പമില്ല, കൊള്ളാല്ലേ സംഭവം. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ? ആ അവിടെ പോവാൻ നേരത്തെ ഇതിലാണ് കിടന്ന് ഉറങ്ങാനുള്ളത് കേട്ടാ. ഓക്കെ, അതെങ്ങനെയുണ്ട്? തലേണ വെച്ചിട്ട് എങ്ങനെയുണ്ട്? നേരെ വേണം കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എന്നാ കിടന്നുറങ്ങിക്കൊന്ന്, രാവിലെ ആകുമ്പോ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവിടെ പില്ലോ ഫൈറ്റ് തുടങ്ങിയ താഴെ അടി കൂടരുത്. ഓക്കെ, കുറച്ചു നേരം ഇവിടെ കിടന്നില്ലേ, എങ്ങനുണ്ട്? കൊള്ളാവോ? ഇതിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? പക്ഷെ എന്തുവാ, ആണോ? അത് കുഴപ്പമില്ല, നമ്മൾ അവിടെ പോകാൻ നേരത്ത് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം കാണും കേട്ടോ. അതിനകത്തെടുത്ത് കാലെടുത്ത് വെച്ചു. ഓക്കെ, അപ്പോ തംസ് അപ്പ്. ബെഡ് സൂപ്പറാണ്. അപ്പൊ നമുക്ക് കാശ്മീർ ധൈര്യമായിട്ട് ബെഡും കൊണ്ട് പോവാം. നമുക്ക് ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. കടിക്കത് എന്താ, അത് കടിച്ചു കഴിഞ്ഞാൽ സാധാരണ തലയണക്കല്ല കാറ്റങ്ങ് പോവും, പിന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഓക്കെ, അപ്പോ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ് പറ.